1 യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 7-ാം വാക്യം അതിന്റെ അവസാന ഭാഗം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അവന്റെ അവസാന വാക്യം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അതിന്റെ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിയാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ദേശത്തോട് സംസാരിക്കണമേ, ഈ ദേശത്തോട് സംസാരിക്കണമേ, ഈ ദേശത്തോട് മനസ്സലിയണമേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ഒരു വലിയ ഉണർവ് ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് തിരുവചനം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആമേൻ, കടന്നു പോകുന്ന ഏതെല്ലാം വലിയ പ്രതിസന്ധികളായിരുന്നാലോ അതിന്റെ അകത്ത് വഴി തുറക്കുവാൻ കഴിവുള്ള സർവശക്തന്റെ പാദവിടയാ എന്നെ രാത്രികാലം ഞാനും നീയും ആയിരിക്കുന്നത് മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാ ഹൃദയ വിചാരങ്ങളും ദൈവ പാദവിട ഏൽപ്പിച്ചു കൊടുത്തിട്ട് 1 പത്രോസ് 5:7 ഇപ്രകാരം പറയുകയാ: ആമേൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എല്ലാ ചിന്താകുലങ്ങളും എല്ലാ ചിന്താഭാരങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അല്പസമയം ദൈവത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ോട് സംസാരിക്കണം. അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, അവിടുത്തെ പാദപടിയോട് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രികാലം കർത്താവേ ഈ ജനത്തോട് സംസാരിക്കണം, ഈ ദേശത്തോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ ജനത്തിന്റെ മേൽ വിടുതലായി വ്യാപരിക്കണം. ഈ ദേശത്തിന്റെ മേൽ വലിയ ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവേ അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് രാത്രികാലം അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഉയർത്തുമ്പോൾ അതേ കർത്താവേ വലിയ ദൈവപ്രവർത്തികൾ ഈ ദേശത്ത് പരിശുദ്ധാത്മാവേ അവിടുന്ന് ചെയ്തെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേൻ, ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ ചില ലുദിയമാരുടെ ഹൃദയങ്ങളെ തുറക്കണമപ്പാ. ആ കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ചില കാരാഗ്രഹ പ്രമാണിമാർ യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചോടി വരുമാറ് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രികൾ പാപികൾ കൂട്ടം കൂട്ടമായി മനസ്സാന്തരപ്പെടണം. പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നവർ മടങ്ങി വരണം. രോഗികൾ സൗഖ്യമാകണം. ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിക്കണം. ചിലരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രാത്രിയാകെ പരിശുദ്ധാത്മാവ് തീർത്താട്ടെ. ഇന്ന് രാത്രി വെളിപ്പെടേണ്ട ദൈവപ്രവർത്തികളെ തടയുന്ന, സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വിരുദ്ധമായി ചലിക്കുന്ന എല്ലാ വാഴ്ചകൾ, അധികാരങ്ങള്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ അത് ഉപയോഗിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയോ അതിന്റെ പ്രവർത്തന മേഖലകളെയോ അതിന്റെ പ്രവർത്തന രീതികളെയോ അതിന്റെ സഞ്ചാര പാതകളെയോ സ്വർഗത്തിന് ഭൂമിക്കും നാഥനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ നസ്രയനായ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാ. കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാ. ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് ദൈവത്തിന്റെ വചനമാണല്ലോ. ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ദൂതന്മാർ കാവൽ ചെയ്യും, കുഞ്ഞാൻ രക്തത്തിൽ മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. നാം വായിച്ചത് 1 യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം, സകല പാപമല്ല സകല പാപവും പോക്കി ആമേൻ നമ്മെ ശുദ്ധീകരിപ്പാനായിട്ട്
ഇടയായി തീരും. ആമേൻ. നോക്കണമേ, വേദപുസ്തകത്തിലെ 62ാമത്തെ പുസ്തകമാണ് 1 യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത്. ആമേൻ. നമുക്കറിയാം, ഇന്ന് ലോകത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബൈബിൾ ഒരു കെട്ടുകഥയാണോ, ഒരു കഥാപുസ്തകമാണോ, അതോ ചരിത്ര സത്യമാണോ എന്ന്. ആമേൻ. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, ഒരു എഴുത്തുകാരനാൽ എഴുതപ്പെട്ട പുസ്തകമല്ല. 1500 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 40-ലധികം പേരാൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ അനുഭവങ്ങൾ എഴുതിയതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആമേൻ. നോക്കണമേ പ്രിയരെ, ആ വേദപുസ്തകത്തിന്റെ അകത്ത് ഓരോ താളുകളും ഓരോരുത്തരും എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ അതിന്റെ അകത്തൊരു യൂണിറ്റ് നമുക്ക് കാണുവാൻ കഴിയും, സ്ഥിരതയുള്ള ഒരു സന്ദേശം നമുക്ക് കാണുവാൻ കഴിയും. എന്താണെന്നറിയാമോ? ആമേൻ. മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയും. നോക്കണമേ, ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, അതൊരു കെട്ടുകഥയല്ല, അത് ചത്തുപോയ ചരിത്രമല്ല എഴുതി വച്ചിരിക്കുന്നത്, അത് ജീവന്റെ പുസ്തകമാണ്. എബ്രായർ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇന്ന് രാത്രി നാം കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം ചത്തുപോയ ഒരു വ്യക്തിയുടെ ചരിത്രമല്ല നാം കേൾക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് ഇന്ന് രാത്രി നാം കേൾക്കുന്നത്. ആ വചനം നമ്മെ ജീവിപ്പിക്കും, ആ വചനം നമുക്ക് ആശ്വാസം പകരും, ആ വചനം നമുക്ക് പുതുജീവൻ പകരുവാനായിട്ട് ഇടയായി തീരും. നോക്കണമേ, ആമേൻ. നമുക്ക് കാണുവാൻ കഴിയുന്നു, ആമേൻ, ബൈബിള് വേദപുസ്തകം എന്ന് പറയുന്നത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ പുസ്തകമാണ്, കുറ്റവാളികളെ രൂപാന്തരപ്പെടുത്തിയ പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം അനേകർ വായിച്ചു. ആമേൻ. നിരാശയിൽ ഇരുന്നവർ സുഖം പ്രാപിപ്പാൻ ഇടയായി തീർന്നു, പാപത്തിൽ അടിമപ്പെട്ടു പോയവർ ആമേൻ വീണ്ടും ജനനം പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. ചരിത്രം വിളിച്ചു പറയുകയാണ്, ബൈബിൾ സത്യമാണ്. പുരാവസ്തു ശാസ്ത്രം സ്ഥിരീകരിച്ചു, ബൈബിൾ സത്യമാണ്. ലോക നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ബൈബിൾ സത്യമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ആമേൻ, മറ്റൊരു കഥാപുസ്തകമല്ല. ആമേൻ. നാം കേൾക്കുന്നത് ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ വിളംബരമാണ് ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. എന്തെല്ലാം മാറിപ്പോയാലും ആരെല്ലാം മാറിപ്പോയാലും മാറ്റമില്ലാത്ത വചനത്തിന്റെ മധ്യത്തിലാണ് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നെന്ന് മറന്നു പോകരുത്. നോക്കണമേ, ഈ ലേഖനം എഴുതിയത് യേശു കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനോ, ആമേൻ, ഗലീല കടലിൽ മത്സ്യത്തൊഴിലാളിയായിരുന്ന സെബദിയുടെയും സലോമിയുടെയും പുത്രനായി യോഹന്നാനായിരുന്നു. യേശു കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനോ, യേശു കർത്താവിന്റെ പ്രധാന ശുശ്രൂഷകളിൽ പങ്കുവഹിച്ച ഒരുവനുമായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശു ക്രിസ്തു ദൈവപുത്രൻ, ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന മനോഹരമായ സുവിശേഷമോ, ആമേൻ. നോക്കണമേ, ക്രിസ്തീയ പ്രായോഗിക ജീവിതത്തെ മാറ്റുരയ്ക്കുന്നതായ 3 ലേഖനങ്ങൾ, ഭാവി പ്രത്യാശയെ, ദൈവസഭയുടെ ഭാവി പ്രത്യാശയെ വെളിവാക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഏക പ്രവചന ഗ്രന്ഥം, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാടും തന്റെ തൂലികയ്ക്കകത്തുനിന്ന് പുറത്തു വന്നതാണ്. നോക്കണമേ, ഏകദേശം AD 85-നും 95-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ എഫെസോസിൽ വെച്ച് എഴുതിയതാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ ലേഖനം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 15-ാം വാക്യം വായിക്കുന്നു, സ്നേഹത്തിന്റെ അപ്പോസ്തലനായി യോഹന്നാൻ, ആമേൻ, യെരൂശലേമിലെ സഭയിലെ അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. ഗലാത്യ ലേഖനം വായിക്കേണ്ട 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യെരൂശലേമിലെ സഭയുടെ തൂണുകളിൽ ഒരുവനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് തന്നെ കുറിച്ച് പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വയോവൃദ്ധനും അന്ന് ജീവനോടിരിക്കുന്ന ഏക അപ്പോസ്തലനുമായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പായിട്ട് യേശു കർത്താവിന്റെ ജനനം, വളർച്ച, ആമേൻ, ശുശ്രൂഷകൾ, ഇഹലോക ജീവിതം, പുനരുത്ഥാനം, അടക്കം, ഉയർപ്പെല്ലാം കണ്ട ആമേൻ ദൃക്സാക്ഷികളിൽ ഒരുവരായ യോഹന്നാൻ അപ്പോസ്തലൻ പുതുതലമുറയിലുള്ള വിശ്വാസികൾക്ക് വിശ്വാസവും ധൈര്യവും പകരുവാൻ വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് 1 യോഹന്നാന്റെ ലേഖനം. ഏഷ്യ മൈനറിലെ സാംസ്കാരിക കേന്ദ്രമായിരുന്ന എഫെസോസിൽ ഏഷ്യ മൈനറിലുള്ള സഭകളോട് ദീർഘജല വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 28 മുതൽ 31 വരെയുള്ള
വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെയും മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരൂ. ആമേൻ, വരുമെന്ന് ഞാൻ അറിയുന്നു, നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരോട് ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. നോക്കണമേ, ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ആമേൻ ശക്തമായ ജ്ഞാനവാദം തലപൊക്കി ദൈവസഭയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകുവാനിടയായി തീർന്നു. ഈ വേളയിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പ്രവചിച്ച ദൂത് ഏഷ്യ മൈനറിലുള്ള ദൈവസഭകളോട് ആത്മാവിൽ കണ്ട് പ്രവചിച്ചു, നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുമെന്ന്. നോക്കണമേ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദുരുപദേഷ്ടാക്കന്മാർ ദൈവസഭകൾക്കകത്ത് എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ദൈവസഭകൾക്കകത്ത് ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് ദുരുപദേശം ദൈവജനത്തെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2 ആശയങ്ങളാണ് അവർ അവതരിപ്പിച്ചത്. ഒന്ന്, യേശുവിന്റെ ഭൗതിക ശരീരം യഥാർത്ഥമല്ല എന്നുള്ളതായിരുന്നു. യേശു ശരീരത്തിൽ വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ പഠിപ്പിച്ച ഒരു കാര്യം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്, യേശു ക്രിസ്തു ജഡത്തിൽ വന്ന ദൈവപുത്രനാണ്. കാരണം എന്താണെന്നറിയാമോ? മറ്റാരുടെയും കേട്ടറിവുകളല്ല, ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു, ഞങ്ങളുടെ കൈ തൊട്ടു, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ജീവന്റെ വചനത്തെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മറ്റാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവല്ല ഞാൻ പറയുന്നത്. പകരം ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് യേശുവെന്ന് അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ യോഹന്നാൻ ശക്തമായി വാദിച്ചു, യേശു കർത്താവ് ജഡത്തിൽ വന്ന ദൈവപുത്രനാണ്, ഞാനതിന് സാക്ഷിയാണ്, ഞാനതിന് അനുഭവസ്ഥനാണെന്ന് അവൻ വ്യക്തമായി വാദിക്കുവാനിടയായി തീർന്നു. നോക്കണമേ, 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, യേശുവിൻ ശരീരത്തിൽ വന്നുവെന്ന് സ്വീകരിക്കാത്ത ആത്മാക്കളൊക്കെയും എതിർ ക്രിസ്തുക്കളുടെ ആത്മാക്കളാകുന്നു. അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ദുരുപദേഷ്ടാക്കന്മാർ ആ കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് ദൈവസഭയെ വഴിതെറ്റിക്കുവാനായിട്ട് നോക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദുരുപദേഷ്ടാക്കന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭ ഉറങ്ങിപ്പോകരുത്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാ, ദൈവസഭയെ നിങ്ങൾ ഉണരണം, നിങ്ങൾ മറന്നുപോകരുത്. 2 കാര്യമാ പ്രബോധിപ്പിച്ചത്. എന്നാണ് നിങ്ങൾ മറന്നുപോകരുത്, നിങ്ങൾ ഉണർന്നിരിക്കണം. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തുള്ള ദൈവസഭകളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നാം ഉണരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുക കേട്ടോ. ഇന്ന് രാത്രികാലം ആത്മാവിലൊന്ന് ഉണർന്ന് ദുരുപദേഷ്ടാക്കന്മാരുടെ ദുരുപദേഷ്ടങ്ങളെ വെട്ടുവാൻ ആവശ്യമാകുന്ന ദൈവത്തിന്റെ വചന സത്യമാകുന്ന ആത്മാവിന്റെ വാൾ ഇന്ന് രാത്രി ഉപയോഗിച്ച് അങ്ങനെയുള്ള ദുരുപദേശങ്ങളുടെ മേൽ ദൈവസഭ അഭിഷക്തന്മാർ ഒരുമിച്ച് ജയമെടുക്കട്ടെ. അതിനായി ദൈവസഭ ഉണരട്ടെ, അതിനായി ദൈവസഭ ഉണരട്ടെ, അതിനായി ദൈവസഭ ജാഗരിക്കട്ടെ, അതിനായി ദൈവസഭകൾ ഉപവസിക്കട്ടെ, അതിനായി ദൈവസഭകൾ പ്രാർത്ഥിക്കട്ടെ. രണ്ടാമത് പറയുകയാണ്, ശരീരം ദോഷമുള്ളത്, പാപം ചെയ്ത കുഴപ്പമൊന്നുമില്ലെന്ന്. ആത്മാവിന്റെ കാര്യമാ നോക്കേണ്ടത്. ശരീരം പുറത്തുള്ളതല്ലേ, ഈ ശരീരത്തിന്റെ പാപമൊന്നും വലിയ പ്രശ്നമല്ലെന്ന് പറഞ്ഞ് അന്നത്തെ ഏഷ്യ മൈനറുള്ള ദൈവസഭകളെ ദുരുപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കുവാനിടയായി. ആ ഭാഗത്ത് ഇപ്രകാരം കാണുന്നത്, ചിലര് പഠിപ്പിച്ചു തങ്ങൾക്ക് പാപമേ ഇല്ലെന്ന്. അതുകൊണ്ട് ജഡത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പ്രശ്നമുള്ളതല്ല, ആത്മാവുമായിട്ടുള്ള കാര്യമാ, അത് ജഡവുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞവർ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അധാർമികത, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന അവസ്ഥകൾ, അധാർമികമായി പാപജീവിതം നയിക്കുവാൻ വിശ്വാസികൾ ഇടയായി തീർന്നു. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ വിളിച്ചു പറയുക, 1 യോഹന്നാൻ 1:8 പറയുക, നാം എല്ലാവരും പാപികളാണ്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായേ. അതുകൊണ്ട് അതിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്,
പറയുകയാണ്, ആമേൻ, നാം എല്ലാവരും പാപികളാണ്. ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിന്റെ രക്തത്തിൽ കൂടെ മാത്രമേ പാപമോചനം ലഭ്യമാകുകയുള്ളൂ. ആമേൻ. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പാപമോചനം ലഭ്യമാകണമെങ്കിൽ ഏക മാർഗം കാൽവരി ക്രൂശിൽ യേശു ചൊരിഞ്ഞ തിരുരക്തമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരോട് പറയുക, ദൈവസഭകളോട് പറയുക, ക്രിസ്തുവാകുന്ന ആമേൻ വെളിച്ചത്തിന്റെ അകത്ത്, ക്രിസ്തുവാകുന്ന സത്യത്തിന്റെ അകത്ത് നിങ്ങൾ നടക്കണം. ആമേൻ. നിങ്ങൾ സഹോദര സ്നേഹം പാലിക്കണം. കാരണം ദൈവം സ്നേഹമാണ്. ദുരുപദേശങ്ങൾ നിങ്ങൾ പുറത്തു വരണമെന്ന് സഭയെ പ്രബോധിപ്പിക്കുവാനിടയായി തീർന്നു. മാത്രമല്ല അവർ പറഞ്ഞ മറ്റൊരു കാര്യം, യേശു ക്രിസ്തുവിന്റെ ആത്മാവ് സ്നാന സമയത്ത് അവന്റെ മേൽ വരികയോ ക്രൂശീകരണ സമയത്ത് അതിനു മുമ്പ് അവനെ വിട്ടുമാറുകയും ചെയ്തുവെന്നാണ്. അതുകൊണ്ട് അവർ പറയുവാൻ ഇടയായി, ക്രൂശീകരിക്കപ്പെട്ട യേശു ആമേൻ യഥാർത്ഥ യേശുവല്ലെന്ന് അവർ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തില് യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയുക, ജഡത്താലും ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ആമേൻ. യോഹന്നാൻ ഉറപ്പിച്ചു പറയുക, ആമേൻ ആമേൻ യോർദാനിൽ സ്നാനമേറ്റ അതേ യേശു തന്നെയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് യോഹന്നാൻ അവിടെ വരച്ചു ഇടയായി തീർന്നു. ഇന്ന് രാത്രിയില് ആമേൻ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഇടയാകോ. ആമേൻ. യേശുവിന്റെ രക്തത്തെ കുറിച്ച് അനേക പ്രത്യേകതകൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ. അതിൽ ചില പ്രത്യേകതകൾ പറഞ്ഞു പോകാം, എല്ലാം വിശദീകരിപ്പാൻ സമയമില്ലല്ലോ. വേഗത്തിൽ തന്നെ പറഞ്ഞു പോകട്ടെ പ്രിയരെ. ഒന്ന്, പാപമില്ലാത്ത പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. കാരണം പാപമില്ലാത്ത രക്തം ചിന്തിയെങ്കിൽ മാത്രമേ പാപമോചനം വിമോചനം ലഭ്യമാകുകയുള്ളൂ. യേശു കർത്താവ് സ്ത്രീ പുരുഷ ബന്ധത്താൽ ജനിച്ചവനല്ല, അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്. അതുകൊണ്ട് ആദാമ്യ വർഗത്തിന്റെ പാപം യേശുവിന്റെ മേലില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ രക്തം പാപമില്ലാത്ത പരിശുദ്ധ രക്തമാണ്. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ അടുക്കലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. 2, നമ്മെ വീണ്ടെടുത്ത വിലയേറിയ രക്തമാണ് യേശുവിന്റെ രക്തം. പിശാചിന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളിയോ വിലയേറിയ വസ്തുക്കളോ കൊണ്ടല്ല. പത്രോസ് അപ്പോസ്തലൻ തന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ടത്രേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്നെയും നിന്നെയും വീണ്ടെടുത്തത് മൃഗരക്തമല്ല, വെള്ളി കൊടുത്തല്ല, പൊന്നു കൊടുത്തല്ല, ആമേൻ സ്വർണമോ പണമോ കൊടുത്തല്ല എന്നെ നിന്നെയും വീണ്ടെടുത്തത്, മൃഗരക്തം കൊടുത്തല്ല വീണ്ടെടുത്തത്, ക്രിസ്തുവാകുന്ന നിർദോഷം നിഷ്കളങ്കമായ രക്തം കൊണ്ടത്ര വീണ്ടെടുത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ എനിക്കുള്ളവനല്ലോ, ഞാൻ ക്രിസ്തുവിനുള്ളവനത്രേ. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയോ, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ എനിക്കുള്ളവളല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കണമേ, അടുത്ത പ്രത്യേകത ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. നോക്കണമേ, ഉത്തമ യാഗം കഴിച്ച് ദൈവത്തിങ്ങൾ നീതി പ്രാപിച്ച ഹാബേലിനെ തന്റെ സഹോദരനായ കയീൻ കൊന്നുകളയുവാനായിട്ട് ഇടയായി തീർന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ നിലവിളിച്ചത്? ആമേൻ ആമേൻ ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിച്ചപ്പോൾ യേശുവിന്റെ രക്തം നിരപ്പിനായി ചൊരിയപ്പെട്ട രക്തമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പാപത്തിന്റെ പട്ടികയുമായി പിശാച് അടുത്തു വരുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ എന്റെ അടുക്കൽ വന്ന് തന്റെ പാപം എന്നോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതാ, അതുകൊണ്ട് ഞാൻ എന്റെ രക്തത്താൽ അവന്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞതാ, ഇനി ഞാൻ അവന്റെ പാപത്തെ ഓർക്കയില്ലെന്ന് പറഞ്ഞ് പിശാചിന്റെ വായെ അടയ്ക്കുവാനിടയാകും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:24 പറയുക, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ ഇന്ന് രാത്രി ഞാനും നീയുമായിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ആരെല്ലാം നിനക്ക് വിരോധമായി സംസാരിച്ചാലോ, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലോ, ആരെല്ലാം നിന്നെ കുറ്റം വിധിച്ചാലോ, ആരെല്ലാം നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞാലോ,
പറഞ്ഞാലോ ഇന്ന് രാത്രി ഗുണകരമായി സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന ഒരു കുഞ്ഞാട് രക്തത്തിന്റെ അടുക്കലാണ് ഇന്ന് രാത്രി നീ കടന്നു വന്നിരിക്കുന്നത്. മറന്നു പോകരുത്. Praise the Lord. അടുത്തത് സംരക്ഷിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. മിസ്രയീമിൽ വെച്ച് യാഗം കഴിച്ച കുഞ്ഞാടിന്റെ രക്തം കട്ടിലക്കാലുകളുടെ മേൽ, കുറുമ്പടികളുടെ മേൽ പുരട്ടിയപ്പോൾ സംഹാരക ശക്തികൾ ആ ഭവനങ്ങളെ വിട്ട് മാറിപ്പോയി. ഇസ്രായേലിയ ഭവനങ്ങളെ വിട്ട്. ആമേൻ. ഇസ്രായേലിയുടെ ആത്മീക നിലവാരം നോക്കിയിട്ടല്ല കേട്ടോ, അവരുടെ നീതി പ്രവർത്തികൾ നോക്കിയിട്ടല്ല സംഹാരകൻ മാറിപ്പോയത്. സംഹാരകൻ മാറിപ്പോകുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര അവരുടെ ഭവനങ്ങളുടെ മേൽ അടയാളമായി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ നല്ല നാഥനെതിരെ നീ കുറ്റം പറഞ്ഞ് ചെറിയ വിഷയങ്ങളുടെ അകത്ത് വിടുതൽ വൈകിയപ്പോൾ, ഒരു ദൈവപ്രവൃത്തി താമസിച്ചപ്പോൾ കാത്തിരിക്കുവാൻ കഴിയാതെ പിറുപിറുത്ത് ഇനി ഞാൻ ഉപവസിക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, ഇനി ഞാൻ വചനം ധ്യാനിക്കില്ല, എനിക്ക് ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഇന്ന് രാത്രി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറയുവാൻ തയ്യാറാകട്ടെ. ഈ നല്ല നാഥനെ നീ കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴോ, ആമേൻ, നിനക്ക് അവനെതിരെ പിറുപിറുക്കുമ്പോഴോ ഇന്ന് രാത്രി മറന്നു പോകരുത്. ആ കുഞ്ഞാണ്ട് രക്തത്തിന്റെ മുദ്ര നിന്റെ മേൽ, നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ അടയാളമായി ഉണ്ടായിരുന്നത് കൊണ്ട് സംഹാരക ശക്തികൾ പലതും വഴിമാറിപ്പോയതെന്ന് മറന്നു പോകരുത്. Praise the Lord. Hallelujah. ആമേൻ. 5, ഈ രക്തം ജയം നൽകുന്ന രക്തമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായി, തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായി ജയിച്ചു. ആരെ ജയിക്കുകയാ? കുറ്റം പറയുന്ന അപവാദിയായ പിശാചിനെ ഇന്ന് രാത്രി ദൈവസഭ ജയിക്കുകയാ. ദൈവസഭയ്ക്ക് വിരോധമായി, അഭിഷക്തന്മാർക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വിരോധമായി ഇന്ന് രാത്രിയിൽ അപവാദം പറയുന്ന അപവാദിയെ ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്താൽ ദൈവസഭ ജയിക്കുകയോ, അഭിഷക്തന്മാർ ജയിക്കുകയോ, ദൈവജനം ജയിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. എത്ര വലിയ അപവാദങ്ങൾ നിന്നോട്, നീ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച വിഷയങ്ങൾ, ചില വിഷയങ്ങൾ അകത്ത് കൊണ്ടുവന്ന് വീണ്ടും കുറ്റബോധമിട്ട് നിന്നെ പിന്നോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളോട് പറയണോ, എന്റെ യേശുവിന്റെ രക്തം അത് സാക്ഷ്യവചനമായി പറയുമ്പോൾ ആമേ സാത്താനിക ശക്തികളുടെ വായികൾ അടയുവാനായിട്ടിടയായിത്തീരോ. ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ ഇന്ന് രാത്രി എനിക്ക് ജയമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ശത്രു ഒരുക്കുന്ന പദ്ധതികളെ അവന്റെ ആയുധ പുരയിൽ വെച്ച് തന്നെ, അവന്റെ ആയുധശാലയിൽ വെച്ച് തന്നെ ഇന്ന് രാത്രി ദൈവജനത്തിന് വിരോധമായി അവനൊരുക്കുന്ന സകല പദ്ധതികളെയോ പ്ലാനുകളെയോ, അവന്റെ രമനകൾ ശന്ധന, അവന്റെ സകല പദ്ധതികളെയോ ഇന്ന് രാത്രി ദൈവാത്മാവ് നിർവീര്യമാക്കുകയാ. ദൈവവചനത്തിന്റെ ശക്തിയാൽ അതിനെ നിർവീര്യമാക്കുകയോ. യേശുവിന്റെ രക്തത്തിന് ഇനി അനവധി പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത മാത്രം വിശദീകരിക്കാം, ബാക്കി പറഞ്ഞു പോകാം. ആമേ. പ്രായശ്ചിത്തത്തിനായി ചൊരിയപ്പെട്ട രക്തമാണ് യേശുവിന്റെ രക്തം. സ്വാതന്ത്ര്യം നൽകുവാൻ ചൊരിയപ്പെട്ട രക്തമാണ് യേശുവിന്റെ രക്തം. പാപമോചനം നൽകുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. കുറ്റമില്ലാത്ത നിർദോഷമായ നിഷ്കളങ്കമായ രക്തമാണ് യേശുവിന്റെ രക്തം. ഒരലക്കകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ പാപപങ്കിലമായ അങ്കികളെ വെളുപ്പിക്കുവാൻ കഴിവുള്ളതാണ് യേശുവിന്റെ രക്തം. പാപക്കറ നീക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. സഭയുടെ വിലയായ രക്തമാണ് യേശുവിന്റെ രക്തം. നീതീകരണത്തിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം. വിമോചനം നൽകുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. വിശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. നിരപ്പിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം. സമീപസ്ഥരാക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. പ്രവേശനത്തിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം. രാജകീയ പുരോഹിതരാക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. പുതിയ നിയമത്തിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം. നിത്യ നിയമത്തിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം. ഇന്ന് രാത്രി അതിന്റെ പാപവിടയമായിരിക്കുന്നത്, ആ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കല ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ.
Praise the Lord. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 13:1 വായിക്കാം. 13-ാം അധ്യായം 1-ാം വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പാപപരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ഒരു ഉറവ തുറന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സെഖരിയ പ്രവാചകൻ ഏകദേശം BC 520 പ്രവചിച്ച ഒരു പ്രവചനമാണ് നാം വായിപ്പാൻ ഇടയായി തീർന്ന സെഖരിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യമാണ് നാം വായിച്ചത്. യഹൂദ ജനത്തോട് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സെഖരിയ പ്രവാചകൻ യെരൂശലേം നിവാസികളോട് വിളിച്ചു പറയുക, അവരുടെ ആത്മീയ നിലവാരം വളരെ പുറകിലാണ്, ആത്മീയമായി വലിയ ശോഷണത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അധാർമികത്തിനും പാപത്തിനും പടുകുഴിയിൽ കിടക്കുന്ന അനുഭവമാണ്. സെഖരിയ പ്രവാചകൻ വിളിച്ചു പറയുക, പഴയ പ്രതാപത്തിലേക്ക് യെരൂശലേം നിവാസികളെ, ആലയം തകർക്കപ്പെട്ട് കിടക്കുകയാ, ആ പഴയ പ്രതാപത്തിലേക്ക് നിങ്ങൾക്കൊന്ന് കയറി വരണമോ? ഇന്ന് രാത്രിയിൽ ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. സെഖരിയ പ്രവാചകൻ വിളിച്ചു പറയുകയാ, നമ്മെ പഴയ പ്രതാപത്തിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, പെന്തക്കോസ്തിന്റെ ആദ്യ നാളുകളിലേക്ക്, ആത്മീയ അനുഭവങ്ങളിലേക്കൊന്ന് മടങ്ങി വരണമോ? അതിലേക്കൊന്ന് കയറി വരണമോ? ഒരു ശുദ്ധീകരണത്തിനായി ദൈവസഭ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, അഭിഷക്തന്മാർ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, ദൈവജനം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകൂ? ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകും? അതുകൊണ്ട് താൻ പറയുകയാണ്, ദൈവം വാഗ്ദാനം ചെയ്തു സാധാരണ യാഗങ്ങളെക്കാൾ പ്രൈസ് ദി ലോർഡ്, അതെ, സ്ഥിരമായ ശുദ്ധീകരണത്തിനായി ഒരു ഉറവ തുറക്കപ്പെടുമെന്ന്. ഏതാണ് ആ ഉറവ എന്നറിയാമോ? കാൽവരിയിൽ ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തമാണ് ആ ഉറവ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ ദേശനിവാസികളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആ ഉറവയിലേക്ക് ഇന്ന് രാത്രി ഓടിയെടുത്തു വാ. ആ യേശുവിന്റെ രക്തമാകുന്ന ഉറവ നിന്നെ മാടി വിളിക്കുകയാ. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലോ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടുക്കലേക്ക് നീ ഏതവസ്ഥയിലുള്ള വ്യക്തിയായിരുന്നാലോ ഇന്ന് രാത്രിയിൽ ഓടിവാ. അവൻ നിന്നെ വിടുവിപ്പാൻ സദാ സന്നദ്ധനായിട്ട് നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഉറവല്ലെന്ന് പറയുന്നു. കാരണം എന്താ? അവിടെ പറയുക, ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും, അതായത് രാജകീയ രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല, താഴ്ന്ന സമൂഹത്തിലേക്കും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്കും അവർക്കും വേണ്ടി ഒരുപോലെ തുറക്കപ്പെട്ട ഉറവയാണ് കാൽവറിയിൽ യേശു ചൊരിഞ്ഞ പുണ്യാഹ രക്തമാകുന്ന ഉറവ. ഈ ഉറവയുടെ പ്രത്യേകത, ഇതൊരു വിഭാഗത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഉറവയല്ല, ധനികന് വേണ്ടി മാത്രം തുറക്കപ്പെട്ട ഉറവയല്ല, ദരിദ്രന് വേണ്ടി മാത്രം തുറക്കപ്പെട്ട ഉറവയല്ല, പണ്ഡിതന് വേണ്ടിയോ വിദ്യാഭ്യാസം ഇല്ലാത്തവന് വേണ്ടിയോ മാത്രം തുറക്കപ്പെട്ട ഉറവയല്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ തുറക്കപ്പെട്ട ഉറവയാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ആ ഉറവ് ഇന്ന് രാത്രി ഈ ദേശത്തെ വിളിക്കുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്തും അകലെയുമായി എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിന്നെ മാടി വിളിക്കുകയാ. ഇന്ന് രാത്രി നീ ഓടിയെടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റാരോട് പറയാത്ത ഏത് പാപസംബന്ധമായ വിഷയമായിരുന്നാലോ ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കലേക്ക് നീ ഓടിവാ. ഇത്ര വലിയൊരു രക്ഷകൻ, ഇത്ര നല്ല രക്ഷകൻ വേറെ ആരുമില്ല കേട്ടോ. ഇന്ന് രാത്രി ഓടി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ. നോക്കണമേ, തിരുവചനം വായിക്കുമ്പോൾ നിഷ്പാപ യുഗത്തിൽ ഭൂമിയെ അടക്കി വാടുകൊണ്ടിരുന്ന യാദാമ്യ ദമ്പതികൾ നോക്കണമേ, ദൈവം കൽപ്പിച്ച കൽപ്പന വിട്ട് പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവരെ വിട്ടു മാറി. അവർ നഗ്നരാക്കപ്പെട്ടവർ ഓടി ഒളിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണമേ, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി കരുണാസമ്പന്നനായ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ പരിശുദ്ധനായ പാപമില്ലാത്ത ഒരുവൻ മരിക്കണമെന്ന വ്യവസ്ഥ വെക്കുവാനിടയായേ. റോമാലേഖനം 3-ാം അധ്യായം 23-ാം
വാക്യത്തിൽ പറയുക, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നോക്കണമേ, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനില്ല. അതുകൊണ്ട് ആമൻ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമെന്ന്. ആമൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, സ്ത്രീയുടെ സന്തതിയായ മശിക സാത്താൻ വാഹനമേറി വന്നവരെ പാപത്തിലേക്ക് നയിച്ചതായ ആ സർപ്പത്തിന്റെ തലയെ, പിശാചിന്റെ തലയെ തകർക്കുവാൻ വേണ്ടി ആമൻ വരുമെന്ന് വാഗ്ദാനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആമൻ. എങ്ങനെയാണ് സ്ത്രീയുടെ സന്തതി മനുഷ്യരെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം, എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 22-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ. കുഞ്ഞാടിന്റെ രക്തം ദൈവം ഒന്ന് വെളിപ്പെടുത്തി കൊടുത്ത് എങ്ങനെയാ ഇവരെ വിടുവിക്കുവാൻ പോകുന്നത്? ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം, അതിന്റെ തോൽ കൊണ്ട് ആദാമ്യ ദമ്പതികളെ ഉടുപ്പിച്ചവരുടെ നഗ്നതയെ മറയ്ക്കുവാനിടയായി. അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം 13-8 പറയുകയാണ്, ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു? ആമേൻ. നോക്കണമേ, പഴയ നിയമ വിശ്വാസികൾ യാഗമർപ്പിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. കാലസമ്പൂർണതയിൽ മശിക തങ്ങൾക്ക് വേണ്ടി വരൂ. പാപ പരിഹാരത്തിനായി മശിക തങ്ങൾക്ക് വേണ്ടി വരുമെന്നും തങ്ങൾക്ക് വേണ്ടി യാഗമാകുമെന്നും അവർ പൂർണ്ണമായി വിശ്വസിപ്പാനിടയായി തീർന്നു. ആണ്ടുതോറുമുള്ള യാഗങ്ങൾക്ക് പ്രൈസലോട്, അതെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ ഹൃദയ കോവിലിന്റെ അകത്ത് സമാധാനമുള്ളവാക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. നോക്കണമേ, ഈ യാഗപീഠങ്ങൾ, യഹൂദ യാഗപീഠങ്ങൾ മൗനമായി ദീർഘവർഷങ്ങളായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ഒരു ദൈവ കുഞ്ഞാട് വരാൻ പോകുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാലസമ്പൂർണതയിൽ ആ കുഞ്ഞാട് വെളിപ്പെട്ടു വന്നു. പക്ഷെ സ്വന്തമായവർ അവനെ തിരിച്ചറിഞ്ഞില്ല കേട്ടോ. വചനം പറയുന്നു, അവർ അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. എന്നാൽ ദൈവം അയച്ചിട്ട് വന്നവനായ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രിയില് ഈ ദേശനിവാസികളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട് അത് മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറേനായ യേശുവത്രേ. കാലസമ്പൂർണതയിൽ കന്യകയിൽ ജഡമെടുത്ത യേശു എന്ന രക്ഷകനെ യഹൂദന്മാർ തിരിച്ചറിഞ്ഞില്ല, മഹാപുരോഹിതന്മാർ തിരിച്ചറിഞ്ഞില്ല. അവർ അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. 3 വിധ കുറ്റങ്ങൾ യേശുവിന്റെ മേൽ ആരോപിച്ചു. 1, അവൻ ദൈവാലയത്തെ പൊളിക്കും, 3 ദിവസം കൊണ്ട് പണിയുമെന്ന്. 2, അവൻ ദൈവപുത്രൻ എന്ന അവകാശവാദം. 3, അവൻ ദൈവാലയം പൊളിക്കും, 3 ദിവസം കൊണ്ട് പണിയും, ദൈവപുത്രൻ എന്ന അവകാശവാദം. 4, ക്രിസ്തു എന്ന രാജാവ് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുന്നു. ഈ 3 കുറ്റങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണമേ, യാഗപീഠത്തിൽ യാഗമർപ്പിക്കുവാൻ നിൽക്കുന്ന സമയത്ത് യേശുവിന്റെ രക്തം തിരശീലയ്ക്കകത്തുകൂടെ തുള്ളി തുള്ളിയായി പുരോഹിതൻ രക്തം തളിക്കുമ്പോൾ, ഇവിടെ ഇതാ കാൽവറി ക്രൂശില് തിരശീലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ രക്തം പാഞ്ഞൊഴുകുവാനായിട്ട് ഇടയായി തീർന്നു. തിരുവചനം ഇപ്രകാരം പറയുന്നു, അത്താഴത്തിന് ശേഷം, അന്ത്യാത്താഴത്തിന് ശേഷം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഒലിവ് മലയിലേക്ക് പോയി ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രക്തം വിയർപ്പ് തുള്ളികളായി ഒഴുകുവാനായിട്ട് ഇടയായി തീർന്നു. വലിയ ചോരത്തുള്ളികളായി ഒഴുകിയെന്ന് പറയുന്നേ. മെഡിക്കൽ സയൻസിൽ ഇതിന് പറയുന്ന പദം ത്രോംബോസിസ് എന്ന. ഇത് വലിയ ശാരീരിക വ്യഥയുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്ന ഒരു അനുഭവമാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. അമിതമായ മാനസിക സമ്മർദ്ദമുണ്ടായി രക്തത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ അളവ് ശരീരത്തിന് താങ്ങുവാൻ കഴിയാതെ വരുമ്പോൾ രക്തധമനികൾ പൊട്ടി തൊലിയുടെ 2ാമത്തെ പാളി ആദ്യ പാളിയിൽ നിന്ന് വേർപെട്ട് വിയർപ്പും രക്തവും ഒന്നിച്ചൊഴുകുന്ന ഒരു അനുഭവമാണ് ത്രോംബോസിസ് എന്ന് പറയുന്ന അനുഭവം. നോക്കണമേ, അങ്ങനെയുള്ള വലിയ വ്യഥ അനുഭവിച്ചതായ ഒരു ശരീരം റോമൻ പടയാളികളുടെ ക്രൂരമർദ്ദനത്തിന് വിധേയരാകുമ്പോൾ അത് ഭയാനകമായി
കുറവായി കാണപ്പെടുമെന്ന് ആമേൻ മെഡിക്കൽ സയൻസ് പറയുകയാണ്. ആമേ ഗെത്സമനയിൽ വെച്ച് യേശു കർത്താവിനെ യൂദ ഒറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. റോമൻ പടയാളികൾ അവനെ പിടിച്ചുകൊണ്ടുപോയി വിസ്താരത്തിന് നിർത്തി. അന്നാസിന്റെ, കയ്യാഫാവിന്റെ, സന്നദ്ധി സംഘത്തിന്റെ, ഹെരോദാവിന്റെ, പീലോത്തോസിന്റെ ഒക്കെ അരമനയിൽ അവനെ പലവിധമായ വിചാരണകളിൽ കൂടെ കടത്തിവിടുവാനായിട്ട് ഇടയായി തീർന്നു. വചനം പറയുന്നു, പീലാത്തോസ് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. നോക്കണമേ, റോമൻ പടയാളികൾ ആദ്യം ക്രൂശിക്കുവാനുള്ള വ്യക്തിയുടെ ശരീരത്തിലെ അരക്കെട്ട് വരെയുള്ള വസ്ത്രം അടിച്ചു മാറ്റിയിട്ട് കുനിഞ്ഞു പോകുമാർ ഒരു തൂണിനോട് ചേർത്തവരുടെ കൈകൾ ബന്ധിക്കുവാനായിട്ട് ഇടയായി തീരും. യഹൂദന്മാരാണെങ്കിൽ 40 അടിയെ അവർ ശിക്ഷയായി നൽകത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ 40 കൂടിപ്പോയാൽ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നതാണ്. അതുകൊണ്ട് യഹൂദന്മാർ അടിക്കുമ്പോൾ അവർ 40 കുറയെ 39 അടിയെ അടിക്കാറുള്ളൂ. ഒരുപക്ഷെ ഒരടി കൂടിപ്പോയാൽ അത് ന്യായപ്രമാണത്തെ ലംഘിക്കുന്നതായി തീരും. അതുകൊണ്ട് അവർ 39 അടിയെ അടിക്കുള്ളൂ. എന്നാൽ റോമൻ പടയാളികൾക്ക് ഇതൊന്നും, ഈ നിയമമൊന്നും ബാധകമല്ല, ഈ ന്യായപ്രമാണമൊന്നും അവർക്ക് ബാധകമല്ല. എന്റെ യേശുനാഥനെ അവർ അടിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പടയാളികൾ മാറി മാറി അവനെ അടിക്കുവാൻ തുടങ്ങി. അവർക്ക് നിയമമില്ലാത്തത് കൊണ്ട് അവർ 40 മുകളിലുള്ള അടികൾ യേശു കർത്താവിന് വേണ്ടി അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണമേ, ഓരോ അടിയും വരുന്നത് അന്നത്തെ പടയാളിയുടെ മാനസിക നില എന്താണോ അതനുസരിച്ചാണ് അടിയുടെ ശക്തി എന്ന് പറയുന്നത്. കൈകൾ കെട്ടിയ ശേഷം കുനിച്ചു നിർത്തിയിട്ട് 13 അടികൾ നെടുകിന് നെഞ്ചിന് പുറകെ മുകളിലായിട്ട് മുഖത്തുമായിട്ടും 26 അടികൾ തൂണിൽ ചേർത്ത് ബന്ധിച്ചു നിൽക്കെ പുറം ഭാഗം മുതൽ മുട്ടുവരെയുള്ള ഭാഗം വരെ അടിച്ച് വിരൂപമാക്കുവാനിടയായിത്തീടും. ഈ ചമ്മട്ടിക്ക് ഏകദേശം 1.5 അടി നീളം കാണും. അതിൽ 3 വിവിധ അളവുകളുള്ള തോൽവാറുകൾ ഘടിപ്പിച്ചിരിക്കും. അതിന്റെ നീളം വ്യത്യസ്തമാണ്. നോക്കണമേ, അതിന്റെ അറ്റത്ത് കൂർത്തുമൂർത്ത ചൂണ്ട പോലെയുള്ള കൊളുത്തുകൾ ഘടിപ്പിച്ചിരിക്കും. ആ ലോക കൊളുത്തുകൾ ശരീരത്തിൽ ആഴ്ന്നിറങ്ങും. പിന്നെ ചമ്മട്ടി വലിച്ചൂരുന്ന സമയം ഓരോ അടി കഴിഞ്ഞു വലിച്ചൂരുമ്പോഴും മാംസം പറഞ്ഞിളകുവാനായിട്ട് ഇടയായി തീരും. ആദ്യമൊക്കെ ഈയക്കട്ടികൾ പുറത്തു മാത്രമേ കൊള്ളത്തുള്ളൂ. പിന്നീട് ശരീരത്തിന്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങി തൊലിയും മാംസമെല്ലാം കടന്ന് ഞരമ്പുകളെ കീറിമുറിച്ച് അതിന്റെ അകത്തുനിന്ന് രക്തം ശക്തിയായി ഒഴുകുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിന്റെ മുതുക് ഉഴവ് ചാൽ പോലെ ആ പടയാളികൾ അടിച്ചു അവർ മുറിവേൽപ്പിച്ചപ്പോൾ യേശുവിന്റെ അടിയേൽക്കപ്പെട്ട ഉഴവ് ചാലുകൾ കൂടെ രക്തം പാഞ്ഞൊഴുകി. കേട്ടോ, ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രോഗ സൗഖ്യം യേശുവിന്റെ രക്തത്തിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവ പൈതലേ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, അവൻ സൗഖ്യദായകനാണ്. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ മാരക രോഗമായിരുന്നാലോ കത്തിവെക്കാതെ, ശസ്ത്രക്രിയ ചെയ്യാതെ നിന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ളൊരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് എത്ര പേർ അനുഭവിച്ചറിയുന്നുണ്ട്? മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഇനി നടക്കത്തിൽ ഇവിടം കൊണ്ട് അസ്തമിച്ചു ഞങ്ങൾക്ക് കഴിവില്ലെന്ന് പറയുമ്പോൾ കഴിവുള്ള യേശുവിന്റെ പാദമിടയോ ഇന്ന് രാത്രി ഞാനെന്നെയും ആയിരിക്കുന്നത്. ഇന്ന് രാത്രി മറന്നു പോകരുത്. അവൻ നിന്റെ അകർത്യമൊക്കെ മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയോ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കുകയോ. രോഗ സൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. ഇതിന്റെ അകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ, ദേശനിവാസികളുടെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി കര ചലിക്കുന്നുണ്ട്. ആണിപ്പാടുള്ള കര, ശസ്ത്രക്രിയ ചെയ്യാതെ നിന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കര ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുമോ? നിന്നെ തൊടുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. 2, യഹോവ റാഫ. 1, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. 2, 143 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി മനസ്സിന്റെ തകർച്ചയോടെ ആരെങ്കിലും ഈ ആമേൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ
നിന്റെ പാതവിടെ ഞാൻ നീയുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവ റാഫ, ഒന്ന് സൗഖ്യമാക്കുന്ന ദൈവം, രണ്ട് നിന്റെ മനസ്സിന്റെ തകർച്ചകളെ മാറ്റുന്ന ദൈവം. ആമേൻ. ഒറ്റപ്പെട്ട അനുഭവം, കുറ്റപ്പെടുത്തിയ അനുഭവം, ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടെ നീ കടന്നുപോയാലോ, എല്ലാവരും മാറ്റി നിർത്തിയാലും എല്ലാവരും കൈവിട്ടാലോ, ഓ നിന്നോടൊപ്പം നിൽക്കുന്ന ഒരു പ്രാണസ്നേഹിതന്റെ പ്രാതവിടയാ നീ ആയിരിക്കുന്ന ഇന്ന് രാത്രി മറന്നുപോകരുത്. Praise the Lord. 3, നിന്റെ പിന്മാറ്റങ്ങളെ ചികിത്സിച്ചവൻ സുഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവേ, പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ കിടക്കുന്ന വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, അനവധി വാഗ്ദത്തങ്ങൾ എന്റെ തലമുറയെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ചുണ്ട്. പക്ഷേ വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് എന്റെ തലമുറ, എന്റെ കുടുംബജീവിതം കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, അവരെ ഒന്ന് തൊടണമേ. യഹോവ റാഫ, അവൻ നിങ്ങളുടെ പിന്മാറ്റങ്ങളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കരം നിന്നെ ഇന്ന് രാത്രി തൊടുകയാ? ആണിപ്പെടുത്തുള്ള കരം, സൗഖ്യത്തിന്റെ കരം, സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറായാൽ വരും ദിനങ്ങളിൽ ഒരു സാക്ഷ്യമായി നീ പുറത്തു വരും കേട്ടോ. ഒരു സാക്ഷ്യമായി നീ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാ, രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രികാലം ചില രോഗബന്ധനങ്ങൾ, രോഗക്കുരുക്കുകൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ. മെഡിക്കൽ സയൻസിന് കഴിയാത്തത് ഇന്ന് രാത്രി യേശു ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:4 പറയുക, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ഏതു വേദനയുടെ അനുഭവമായിരുന്നാലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വേദനകളെ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല നാഥന്റെ പാതവിടെയാ നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആരോട് പറയാതെ മുറിവേറ്റവനായി, മുറിവേറ്റവളായി, തകർന്നവളായി നീ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം യേശു നിന്നോട് പറയുകയാ, ആമേൻ, അവൻ അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം. 2, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. ഇന്ന് രാത്രിയിൽ അവൻ നമ്മളെ വേദനകളെ ചുമക്കുന്ന രാത്രിയാ. ഏതെല്ലാം വിഷയത്തോട് ബന്ധപ്പെട്ട് നീ വേദനിക്കപ്പെടുന്നുവോ, ഇന്ന് രാത്രി യേശു നിന്റെ വേദനകളെ കാൽവറിയിൽ ഏറ്റെടുത്തതാ. അതുകൊണ്ട് സന്തോഷിപ്പാൻ വകയുണ്ട്, പ്രത്യാശിപ്പാൻ വകയുണ്ട്. Praise the Lord. യെശയ്യാ 53:5 പറയുക, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല. ചിലരൊക്കെ ചോദിക്കാറില്ലേ, എന്താ ഇത്ര വലിയ സമാധാനത്തിൽ കൂടെ കടന്നു പോകുന്നത്? വലിയ പ്രശ്നങ്ങളുടെ നടുവിലായിട്ടും എന്താ ഇത്ര സമാധാനം? ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ, നിന്റെ വീട്ടിന്റെ അകത്ത് മറ്റൊന്നും നടക്കുന്നില്ലല്ലോ. പക്ഷേ എന്താണെന്നറിയാമോ? അതിന്റെ കാരണം യേശുവാകുന്ന സമാധാനം നിന്റെ ഭവനത്തിന്റെ അകത്ത് വസിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ സമാധാനത്തിന്റെ പ്രത്യേകത, അത് ശാശ്വത സമാധാനമാണ്, അത് ശാശ്വതമായ സമാധാനമാണ്, അത് നിത്യമായ സമാധാനമാണ്. കല്ലേറിനോ, പട്ടിണിക്കോ, ഓ ആമേൻ, ഉപദ്രവങ്ങൾക്കോ, വെല്ലുവിളികൾക്കോ, ഭീഷണികൾക്കോ ആമേൻ മാറ്റുവാൻ കഴിയാത്തതാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശു സമാധാനദായകനാണ്? ആമേൻ. നോക്കണമേ, ആമേൻ, ആമേൻ. ചിലപ്പോ നട്ടല് വരെയൊക്കെ അടി കിട്ടും. അടി കിട്ടുന്ന സമയത്ത് നട്ടല്ലൊക്കെ കാണത്തക്കവണ്ണം മാംസം പറഞ്ഞ് കീറി ഇളകുവാനായിട്ട് ഇടയായി തീരും. ഈ ചമ്മട്ടിയുടെ അടിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടർ പ്രകാരമാണ് പറഞ്ഞത്, ഓരോ പ്രാവശ്യം അടിക്കും തോറും ശരീരത്തിലെ തൊലിയോടുകൂടെ മാംസകഷണങ്ങൾ ഇളകി രക്തം പുറത്തേക്ക് വരും. തൊലിയൊക്കെ തൂങ്ങിയിട്ടൊരു റിബൺ പോലെ താഴോട്ട് തൂങ്ങിക്കിടക്കും. ആ ഭാഗം മുഴുവൻ തിരിച്ചറിയുവാൻ കഴിയാതെ കീറിപ്പറിഞ്ഞ ചോരയൊലിപ്പിക്കുന്ന ഒരു മാംസപിണ്ഡമായി മാറുമെന്ന് ഇന്ന് രാത്രിയിൽ എൻ്റെ യേശു നിനക്ക് വേണ്ടി അതുപോലെ വ്യഥ അനുഭവിച്ചു കേട്ടോ. ആ ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ അവൻ നിനക്ക് വേണ്ടി പങ്കപ്പാടുകൾ അനുഭവിച്ചു. ഇന്ന് രാത്രി ആ കാൽവറി ദർശനത്തിലേക്ക് ഒന്ന് കയറി വാ. നിന്നെ വിളിച്ച നാളിലെ വിളിയിലേക്ക്, നിന്നെ തിരഞ്ഞെടുത്ത നാളിലേക്ക് നീ ഒന്ന് മടങ്ങി വാ. ആ പഴയ അനുഭവം ഒന്ന് ഓർത്തേ. ഏത് അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയെടുത്തത്? പ്രൈസ്
പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ പടുകുഴിയില്, രോഗത്തിന്റെ പിടിയില്, മരണത്തിന്റെ പിടിയില് അശരണരായി ആരും സഹായമില്ലാതെ ഇരുന്നപ്പോൾ ആമൻ യേശു നിന്നെ തൊട്ടില്ലേ? യേശു നിന്നെ സുഖപ്പെടുത്തിയില്ലേ? ആമൻ ഞാൻ നിന്റെ സ്നേഹിതനാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അവന്റെ സമാധാനം നിനക്ക് തന്നില്ലേ? ആ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കയറി വാ. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിൽ നമ്മെ വിടുവിപ്പാൻ, നമ്മുടെ രോഗങ്ങൾ നമ്മെ വിടുവിപ്പാൻ, പിശാചിന്റെ അടിമ നുഖത്തിൽ നമ്മെ വിടുവിപ്പാൻ, ന്യായപ്രമാണത്തിന്റെ ബന്ധനങ്ങൾ വിടുവിപ്പാൻ യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വ്യഥകളെ അനുഭവിച്ചു. ഗതസമന മുതൽ ഗോൽഗോത്ത വരെ അവൻ നമുക്ക് വേണ്ടി വ്യഥകൾ അനുഭവിപ്പാനിടയായി തീർന്നു. മൂന്നാം നൂറ്റാണ്ടില് ആമൻ യൂസിബസ് എന്ന ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമൻ അടിയുടെ ശക്തി കൊണ്ട് രക്തധമനികളെല്ലാം തകർന്ന് പൊട്ടി രക്തത്തിന്റെ അളവ് കുറയുന്നതോടുകൂടെ ക്രൂശീകരണത്തിന് മുമ്പ് കുറ്റവാളികൾ മരണപ്പെടുന്ന അനുഭവം. പക്ഷേ യേശു കർത്താവ് മരണപ്പെട്ടില്ല. യേശു കർത്താവ് വ്യഥ മുഴുവൻ, ക്രൂരമായ അടി മുഴുവൻ നമുക്ക് വേണ്ടി ഏറ്റു. ഇന്ന് രാത്രി ആ കാൽവറി ദർശനത്തിലേക്ക് ഒന്ന് കയറി വന്നേ. അവൻ നമുക്ക് വേണ്ടി ഏറ്റ അടികൾ, അവൻ നമുക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ, വചനം പറയുന്നവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു, അവന്റെ കയ്യിൽ വലം കയ്യിൽ ഒരു കോൽ കൊടുത്തു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നവർ ആർത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനെ പരിഹസിച്ചവനെ തുപ്പി അവന്റെ മേലങ്കി വലിച്ചു കീറുവാനിടയായി, അവന്റെ തലയിൽ അടിക്കുവാനിടയായി തീർന്നു. അവനെ ക്രൂരമായി മർദ്ദിച്ചു. വചനം പറയുന്നു, കണ്ടാൽ ആളറിയാത്തതുപോലെ യേശുവായി തീരുവാനിടയായി. നോക്കണമേ, ഗതസമനയിൽ നിന്ന് ആ ഗോൽഗോത്തയിലേക്ക് യാത്ര പുറപ്പെടുകയെ യേശു. ആമൻ വീണുമെഴുന്നേറ്റും വീണുമെഴുന്നേറ്റും യേശു കർത്താവ് യാത്രയിൽ പൂർത്തീകരിക്കുവാൻ കഴിയാതെ താൻ വീണുമെഴുന്നേറ്റ് പോകുന്ന വേളയിൽ ആമൻ വേണമെങ്കിൽ തന്റെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ? തന്റെ ക്രൂശ് എടുത്ത് തന്നെ ഒന്ന് സഹായിക്കാം. പക്ഷെ വചനം പറയുന്നു, ഉറ്റ സുഹൃത്തുക്കളായിരുന്നവരെല്ലാം ഭയവികലരായി യേശുവിനെ ഇട്ടിട്ട് ഓടിപ്പോയി. ആമൻ റോമൻ പടയാളികൾ ക്രൂശ് ചുമക്കുന്ന നിന്ദയാണ്, അപമാനമാണ്, പോരായ്മയാണ്. അതുകൊണ്ട് ആമൻ അവർ വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനെ ആമൻ പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കുവാനിടയായി. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കടന്നു വന്ന പലരും നിർബന്ധത്താലാ യേശുവിനെ അറിഞ്ഞത്. ആമൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, കുറേനക്കാരനായ ശീമോൻ അല്പസമയത്തേക്ക് വേണ്ടി നിർബന്ധത്താല് ആ നാഥന്റെ ക്രൂശിനൊന്ന് താങ്ങുകൊടുത്തപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെയും അവന്റെ തലമുറകളെയോ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിന്നിട്ട് ഏതെങ്കിലും പരിഹാസങ്ങളോ ഏതെങ്കിലും നിന്ദകളോ ഒറ്റപ്പെടുത്തലുകളോ അപമാനങ്ങളോ സഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തലുകൾ, കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ദേശത്തിന്റെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ കുറേനക്കാരനെ ഒന്ന് ഓർത്താ മതി. അവൻ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ക്രൂശ് ചുമപ്പാൻ അവൻ ചുമല് കൊടുത്ത നിമിത്തം അവന്റെ തലമുറകളെ എന്റെ ദൈവം അനുഗ്രഹിച്ചു. നിന്റെ തലമുറകൾ ഇന്ന് നീ അനുഭവിക്കുന്ന നിന്ന, യേശുവിന്റെ നാമത്തിനു വേണ്ടി നീ അനുഭവിക്കുന്ന കഷ്ടത, ആമൻ കർത്താവേ ഇതൊന്നും കാണുന്നില്ലയോ എന്ന് ചോദിക്കാതെ ഇന്ന് രാത്രിയിൽ പറ, ആമൻ ഞാൻ അനുഭവിക്കുന്ന നിന്ന എന്റെ തലമുറകൾക്ക് വരും കാലങ്ങളില് ഒരു അനുഗ്രഹമാക്കി, ഒരു നന്മയാക്കി, അവരെ കർത്താവിൽ പ്രസിദ്ധരാക്കി എന്റെ ദൈവം തീർക്കുവാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോത്തയിലേക്ക് യേശു കർത്താവിനെ ക്രൂശിപ്പാൻ വേണ്ടി കൊണ്ടുപോയി. ആമേ നോക്കണമേ, യെരുശലേമിന് വടക്കേ മതിലുള്ള ദമസ്കോസ് ഗേറ്റിനടുത്തുള്ള ആമേൻ ഇരമ്യാവിന്റെ നാമം വഹിക്കുന്ന ഒരു ചെറിയ കുന്ന്, 30 അടി ആമേൻ ഉയരമുള്ള തലയോട്ടിക്ക് സമമായ ഒരു ചെറിയ കുന്നിലാണ് ആമേൻ യേശു കർത്താവിനെ ക്രൂശിപ്പാനായിട്ട് കൊണ്ടുപോയത്. ആമേൻ നോക്കണമേ, ആകാശത്തിന് ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവില് യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിതനാകുവാനിടയായി തീർന്നു. യേശു കർത്താവ് മരിക്കുന്നതിന് മുമ്പായി അവന്റെ ചുറ്റുമുള്ള, അവന്റെ ഹൃദയത്തിന് ചുറ്റുമുള്ള പാടയിലെ ശ്വാസകോശങ്ങൾക്കകത്തുള്ള പാടയിൽ ചുറ്റും വെള്ളം, വെള്ളം പോലെയുള്ള ദ്രാവകം ശേഖരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:34 അവന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ രക്തവും വെള്ളവും
വെള്ളവും പുറത്തു വന്നു, ഒരു ഉറവ പോലെ പാഞ്ഞൊഴുകി. ആമേ, പ്രൈസ് ദി ലോർഡ്. ആമേ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതെ, ഈ ദ്രാവകം എന്ത് ചെയ്യുന്നറിയാം? ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് അവർ കുന്നം കൊണ്ട് വിലാപ്പുറത്ത് ആഞ്ഞു കുത്തിയപ്പോൾ തളം കെട്ടി നിന്ന രക്തം പാഞ്ഞൊഴുകുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തിൽ കൂടെ ശാശ്വതമായ വീണ്ടെടുപ്പ് എബ്രായ ലേഖനം 9:12 പറയുകയാണ്. ആ രക്തത്തിൽ കൂടെ ശാശ്വതമായ വീണ്ടെടുപ്പ് നമുക്ക് നൽകുവാനിടയായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാകട്ടോ. അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തം ഒഴുകി വന്നു, പാഞ്ഞൊഴുകി. എന്താ സെക്കരിയ പ്രവാചകൻ BC 520 പ്രവചിച്ചു പറഞ്ഞു? ആമേൻ, ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറക്കപ്പെടും. നോക്കണമേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ആ ഉറവ അന്ന് ഗോൽഗോത്തയിൽ കാൽവറിയിൽ തുറക്കപ്പെടുവാനിടയായി. യേശുവിന്റെ രക്തമെന്ന ഉറവ കാൽവറിയിൽ തുറക്കപ്പെട്ടിത് രാത്രി ഏത് പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നാലോ ആ യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിപ്പാൻ സദാ സന്നദ്ധമാണെന്ന് മറന്നു പോകരുത്. ആമേ, പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള മനുഷ്യർ ആമേ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള പാപമോചനത്തെ ആമേ വിശ്വസിക്കാത്തവർ ആമൻ ഒരു പക്ഷേ പുണ്യസ്നാനങ്ങള്, ആമ നരബലി, മൃഗബലി, നോയിമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ആമ തപസ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ആമ പ്രൈസ് ദി ലോർഡ് അതിന്റെ അകത്ത് അവർക്കൊരു പാപത്തിന് പൂർണ്ണമായ പരിഹാരം ലഭിക്കപ്പെടുന്നില്ല. അവരുടെ ഹൃദയകോവിലിൽ സമാധാനം പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല. വീണ്ടും അവർ പാപത്തിന്റെ പരിഹാരത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു ഉറവയുണ്ട്. ആ ഉറവയാണ് യേശുവിന്റെ രക്തം. അതൊരു നിശ്ചല ജലമല്ല കേട്ടോ, അത് ആമേ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്തോ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? Praise the Lord. Hallelujah. നോക്കണമേ, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു കർത്താവ് കാൽവറി യാഗമായി മരണപ്പെട്ടു. തിരുവചനം പറയുന്നു, പാതാള ഗോപുര ശക്തികൾ ആർത്തട്ടഹസിച്ചു. ഇതോടുകൂടെ യേശു കർത്താവ് അവസാനിച്ചു. എന്നാൽ വചനം പറയുന്നു, മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ച് ആമേൻ പീലാത്തോസിന്റെ രാജകീയ മുദ്രയെ ഭേദിച്ച് ആമേ പ്രൈസ് പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ ഭേദിച്ച് ആമേൻ അപ്പോസ്തല പ്രവൃത്തികൾ 2:24 പറയുകയാണ്, മരണത്തിനോ അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി? ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ ശാശ്വതമായ വീണ്ടെടുപ്പ് നൽകുവാനിടയായി. നോക്കണമേ, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. മനുഷ്യന്റെ ഭയത്തിന്റെ പിടിയിൽ അമർത്തിയിരുന്ന മരണഭയത്തെ നിന്ന് യേശു അവരെ പുറത്തു കൊണ്ടുവന്ന് എന്താണെന്നറിയാമോ? യേശു കർത്താവ് മറുകരയിൽ എത്തിയിട്ട് മരണത്തിന്റെ അപാരതയെ അളന്നു കുടിച്ചിട്ട് താൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു നിത്യതയുണ്ട്, ഒരു നിത്യ തേജസ് നമുക്കായിട്ടുണ്ടെന്ന് യേശു കർത്താവ് വിളിച്ചു പറയുവാനിടയായി തീർന്നു. തിരുവചനം പറയുന്നു, അവൻ മരിച്ചവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റവനത്തെ യേശു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നാം ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല കേട്ടോ. നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യ തുറമുഖമുണ്ട്. ഒരിക്കൽ മെഡിറ്ററേനിയൻ കടലിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ജിബ്രാൾട്ടർ എന്നൊരു പാറയുണ്ട്. ആമൻ ഒരിക്കൽ ഇറ്റലിക്കാരനായ യുവാവ് വഴി കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വാക്യം പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന വായിപ്പാൻ ഇടയായി തീർന്നു. ഒരു വാക്ക്, നോ മോർ ബിയോണ്ട്. ആമൻ അക്കാലത്ത് ലോകത്തിലെ മനുഷ്യരെല്ലാം വിശ്വസിച്ചിരുന്നത് ഇതിനപ്പുറത്ത്, ജിബ്രാൾട്ടർ പാറയ്ക്കപ്പുറത്ത് ഒന്നുമില്ലെന്നായിരുന്നു. അതുകൊണ്ട് ആമൻ അവരെല്ലാം അത് വിശ്വസിച്ചു പോകും. ഇറ്റലിക്കാരനായ ഈ മനുഷ്യ യുവാവിന് തോന്നി, ആമൻ എന്തായാലും ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണം, ഇതെന്നെ വെല്ലുവിളിക്കുന്ന ഒരു വാക്കാണല്ലോ. അതുകൊണ്ട് ആമൻ അവൻ അത് അന്വേഷിപ്പാൻ വേണ്ടി പുറപ്പെട്ടു. ആമൻ വസന്തങ്ങളും ശിശിരങ്ങളും കഴിഞ്ഞു. ഒരു ദിവസം അവൻ മടങ്ങി വന്നിട്ട് പശയും കീലും കൊണ്ട് നോ എന്ന വാക്ക് മായിച്ചു കളഞ്ഞു. ഇപ്പോൾ എന്താ അവിടെ ഉള്ളത്? മോർ ബിയോണ്ട്. ഇതിനപ്പുറത്ത് ഉണ്ട്, ഇതിനപ്പുറം ഒന്നുണ്ട്. ഇവിടം കൊണ്ട് ജിബ്രാൾട്ടർ പാറ കൊണ്ട് അവസാനിക്കും.
അവസാനിക്കുകയല്ല, ഇതിനപ്പുറം മറ്റൊന്നുണ്ട്. മനോഹരമായ ഏദൻ തോട്ടം പോലെ മനോഹരമായ തീരം അവിടെയുണ്ട്, മനുഷ്യർ അവിടെയുണ്ട്, വൃക്ഷസസ്യലതാദികൾ അവിടെയുണ്ട്. ഇതിനേക്കാൾ മനോഹരമായ ഒരു ഭൂമി അവിടെ ഉണ്ടെന്ന് പറയുവാനിടയായേ. ആരാണെന്നറിയാമോ? അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ആണ്, ഇറ്റാലിയൻ യുവാവ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, മരണത്തിന്റെ അപാരതയെ അളന്നുകുറിച്ച യേശു കർത്താവ് ആമേൻ മടങ്ങി വന്നിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതിനപ്പുറം ഇവിടം കൊണ്ട് ഭക്തൻ അവസാനിക്കുകയല്ല, ഭക്തൻ ഇതിനപ്പുറത്തൊരു ഉയർപ്പുണ്ട്, ഇതിനപ്പുറം ഒരു ശാശ്വതമായ ജീവനുണ്ട്, ഒരു നിത്യജീവനുണ്ട്, ഒരു നിത്യ പാർപ്പിടമുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുകയല്ല കേട്ടോ. ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്, ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഭൂമിയിൽ സ്വർഗത്തിൽ ആമേ, ഭൂമി കാൽവറിയിൽ നിന്ന് എഴുന്നേറ്റ് ആമേ സ്വർഗം വരെ ഉയരുന്നതായ ആ വഴിയാണ് യേശുവാകുന്ന വഴി. ഇന്ന് രാത്രിയിൽ ആ വഴിക്കാമേ വഴിയിൽ സഞ്ചരിക്കുവാൻ എത്ര പേർ തങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീരോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ പലരും ആമേൻ ആമേൻ ദീർഘായുസ് പ്രാപിച്ച് മരണം വരിച്ചു. ആമേൻ. എന്നാൽ ഇപ്പം മരിക്കത്തില്ല, ദീർഘായുസോട് ഇരിക്കുമെന്ന് പറഞ്ഞ പലരും ഈ ലോകം വിട്ട് മാറിപ്പോയി. അതുകൊണ്ട് മരണം നിശ്ചയമാണ്. സമയമോ സന്ദർഭമോ സാഹചര്യമോ വിധമോ ഒന്നും നമുക്ക് നിശ്ചയമല്ല. തിരുവചനം വായിക്കുമ്പോൾ ആയുസിന്റെ ക്ഷണികതയെ കുറിച്ച് അനവധി കാര്യങ്ങൾ തിരുവചനത്തിൽ കാണുകയാണ്. പുല്ലുപോലെ, പൂ പോലെ, ആമേൻ, നിഴൽ പോലെ, ആമേൻ, ആവി പോലെ അത്രേ. ആമേ, മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളമാണ്. ആമേ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് വാടിപ്പോകുന്ന പുല്ല് വാടിപ്പോകുന്നത് പോലെ മനുഷ്യന്റെ ആയുസ് വാടിപ്പോകും. പൂ ഉതിർന്നു പോകുന്നത് പോലെ മനുഷ്യായുസ് ഒരിക്കൽ ആമേ പറയാത്ത നാഴികയിൽ ആമൻ ഉതിർന്നു പോകുവാനായിട്ട് ഇടയായി തീരോ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ആമൻ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതല് എത്ര പേർക്ക് ദൈവസന്നിധി സമർപ്പിക്കുവാൻ കഴിയും? ഒരുപക്ഷെ 40, 50, 25, 30, 80 വയസ്സ്, 85 വയസ്സുകളൊക്കെ ജീവിച്ചിരുന്നിട്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവ് ഏൽപ്പിച്ച താലന്തുകൾ നീ ചെയ്തെടുത്തോ. ആമേ, കർത്താവിന് വേണ്ടി നീ ഓടിയോ? നിനക്ക് തന്ന സമ്പത്ത് നീ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചോ? കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി വിശ്വസ്തനായി നിനക്ക് നിൽക്കുവാൻ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരുവാൻ തയ്യാറാകട്ടെ, ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകട്ടെ. ആമേ, മരണം നിശ്ചയമാണ് കേട്ടോ, സമയം നിശ്ചയമല്ല. ഒരു പക്ഷെ യാത്ര പോലും പറയുവാൻ കഴിയാതെ മരണത്തിന്റെ തണുത്ത കരങ്ങൾ നിന്നെ മാടി വിളിച്ചാൽ ആമേ, നിന്റെ ഭവനത്തിലുള്ളവരോട്, നിന്റെ പ്രിയപ്പെട്ടവരോട് പോലും യാത്ര പറയുവാൻ കഴിയാതെ വണ്ണം നീ ലോകം വിട്ടു പോകേണ്ടതായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കോ? കർത്താവേ, എന്റെ ആയുസ് മുഴുവൻ അങ്ങയുടെ മഹത്വമുള്ള വേലയ്ക്കായി ഞാൻ സമർപ്പിച്ചതാണ്, പക്ഷേ എനിക്കത് ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ നാളുകളെ പാഴാക്കി കളഞ്ഞു. ഇന്ന് രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എൻ്റെ നാളുകളെ ഞാൻ പാഴാക്കിയപ്പാ. ആമേ, കർത്താവ് ഏൽപ്പിച്ച താലന്തുകൾ എനിക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം എനിക്ക് വിശ്വസ്തയോടെ ചെയ്യുവാൻ കഴിഞ്ഞില്ലപ്പാ. ഇന്ന് രാത്രി ഞാനിതാ ഒന്ന് മടങ്ങി വരികയാ. അങ്ങനെ ഏൽപ്പിച്ച ദൗത്യത്തിനായി, അങ്ങനെ വിളിച്ച വിളിക്കായി, അങ്ങനെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനായി ഞാനിതാ മടങ്ങി വരുന്നപ്പാ. എൻ്റെ ആയുസ് അല്പനേരത്തേക്കുള്ളതാപ്പാ, പിന്നെ മറഞ്ഞു പോകുന്ന ആവിയാപ്പാ. ഇനിയെങ്കിലും എനിക്ക് അങ്ങയുടെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഓടണം. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത് കേട്ടോ. നാളെ നിനക്കുള്ളതല്ല, നാളെ നിനക്കുള്ളതല്ല. ഇന്ന് രാത്രികാലം യേശു കർത്താവ് ഈ ദേശനിവാസികളെ മാടി വിളിക്കുകയാ. ലഹരിക്കോ, മദ്യത്തിനോ, മയക്കുമരുന്നിനോ, മറ്റൊന്നിനുമോ ലോക സുഖങ്ങൾക്ക് തരുവാൻ കഴിയാത്തൊരു സമാധാനം യേശുവിലുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകോ? ആമേ, പ്രൈസ് ദി ലോർഡ്. ആ കാൽവറിയിൽ
തുറക്കപ്പെട്ട ഉറവയാകുന്ന യേശുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ദേശനിവാസികൾ കടന്നുവാ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവന്റെ പ്രാണൻ എവിടെ? പുരാതന കാലം മുതലുള്ള ഒരു ചോദ്യമാ. ആ ചോദ്യത്തിന് ഉത്തരം യേശു കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മരണത്തിനപ്പുറം ഒരു പുനരുത്ഥാനമുണ്ട്. മരണത്തിനപ്പുറം ഒരു നിത്യമായ വാസമുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ ഇഹലോക ജീവിതം, അതനുസരിച്ചിരിക്കും അങ്ങേക്കരയിൽ നമുക്കുള്ളതായ വാസസ്ഥലം. തിരുവചനം പറയുന്നു, 2 സ്ഥലങ്ങളെ ബൈബിളിൽ കാണുന്നുള്ളൂ. ഒന്ന് സ്വർഗം, 2 നരകം. നാം എങ്ങനെ എപ്രകാരം ജീവിക്കുന്നു? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ജനിച്ചു വീണ മാതാപിതാക്കളോ സമൂഹമോ നിങ്ങൾ ആയിരിക്കുന്ന സമൂഹമോ പറയുന്നതായ മതങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളിൽ പോകാതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, സത്യദൈവത്തെ തിരിച്ചറിയുക, സത്യദൈവത്തെ അന്വേഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു ജീവന്റെ മാർഗം യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി കാണിച്ചു തന്നു കേട്ടോ. ഇന്ന് രാത്രി അതിലേക്ക് ഓടിക്കയറി വാ. നാളെ നിനക്കുള്ളതല്ല. ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നീ ഒന്ന് ഓടിക്കയറി വാ. ആ പാപമില്ലാത്ത രക്തം നിന്റെ പാപഭംഗിലമായി അങ്ങയെ വെളുപ്പിക്കുമോ? ഇന്ന് രാത്രി മതിയായതാണ്. ഇന്ന് രാത്രിയും ആ കാൽവരി ക്രൂശിലെ രക്തം, യേശുവിന്റെ പുണ്യാക രക്തം നിനക്ക് വേണ്ടി രാത്രിയിലും ഒഴുകുകയാണ്. വേദപുസ്തകത്തിൽ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ആദമേ നീ എവിടെ? ഇന്ന് രാത്രിയില് ഈ ദേശത്തോട്, ദേശനിവാസികളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക, നീ എവിടെ? പാപത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണോ? ഇന്ന് രാത്രിയിൽ നീ അവിടെ നിന്ന് കരേറി വരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുക. യേശുവിന്റെ കാൽവറിയുടെ രക്തം ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. ഒന്ന് കയറി വാ, ഒന്ന് മടങ്ങി വാ. യേശുവിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്ക. ദൈവത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ദൈവജന രഹസ്യ പാപങ്ങളിൽ അകപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽപ്പെട്ട് ആദമിനെ ഹവ്വയെ പോലെ നഗ്നരായിട്ട് ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെ വിളിച്ചു പറയാ, നീ എവിടെ? നീ ഒളിച്ചിരിക്കുന്ന ഒളിവിടത്തിൽ നീ പുറത്തു വാ. അവൻ നിന്നെ കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല കേട്ടോ. അവൻ നിന്നെ മനുഷ്യർ ഒറ്റപ്പെടുത്തുന്ന പോലെ ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല. അവൻ സ്നേഹത്തോടെ നിന്നെ ചേർത്തു വെക്കുന്ന നാഥനാണ്. നീ എവിടെയാ പിന്മാറി പോയത്? അപ്പാ ഞാൻ ഇന്ന ഭാഗത്ത് എനിക്ക് വീഴ്ച വന്നപ്പാ. ഇന്ന് രാത്രി പറയുവാൻ തയ്യാറാക്, ഏറ്റുപറയുവാൻ തയ്യാറാക്. അവൻ നിന്നെ കരുണയോടെ സ്വീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമത്രേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുക, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപം ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ അവൻ വീണ്ടും പ്രത്യക്ഷനാകൂ. ഇന്ന് രാത്രിയില് ആ യേശു പോയതുപോലെ തന്നെ അവൻ മടങ്ങി വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ പോയ യേശുവിനെ നിങ്ങൾ കാണുന്നത് പോലെ അവൻ മഹത്വത്തോടെ വീണ്ടും വരും. ഇന്ന് രാത്രി യേശു മടങ്ങി വരാൻ കാലമായേ. ഇനി കൃപയുടെ വാതിൽ പൂട്ടുവാൻ സമയമായേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിനകപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി ജീവിതമാണോ? ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയ വ്യക്തി ജീവിതമാണോ? ഇന്ന് രാത്രി മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ. ഇന്ന് രാത്രി ചോദിക്കുകയാ, നീ എവിടെ? നീ എവിടെ? ആദമേ നീ എവിടെ? ഇന്ന് രാത്രി സഹോദര നീ എവിടെ? സഹോദരി നീ എവിടെ? ആ യേശു നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല.